ശ്രീ സർ, മഹാരാഷ്ട്രയിൽ BJP അതിശക്തമായ വിജയമാണ്, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു വലിയ ആവേശമുണ്ടാക്കുന്ന വിജയമാണ് നേടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിൻ്റെ അഥവാ ഇന്ത്യ മുന്നണിയുടെയൊക്കെ നേതാക്കന്മാർ പ്രതികരിച്ചത് മഹാരാഷ്ട്ര തൂത്തുവാരും NCPയും ഈ പറയുന്ന ശിവസേനയും കൂടെ അവരെ തകർത്തുകൊണ്ടാണ് BJP മുന്നോട്ട് പോയത്, അതിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല സംഭവിച്ചത്. നേരെ തിരിച്ച് അവിടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന, അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ, ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJP മികച്ച വിജയം നേടിയിരിക്കുന്നു. ഇന്ത്യ മുന്നണി യഥാർത്ഥത്തിൽ തകർന്നോ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്തായിരിക്കും ഇനി? പാർത്ഥൻ, ഇന്ത്യ മുന്നണിയുടെ ഭാവിയെ പറ്റി പറയുമ്പോൾ അത് സത്യത്തിൽ അങ്ങനെ ഒരു കൂട്ടായ്മയുള്ള ഒരു സഖ്യമല്ല. കാരണം അതിൽ തന്നെ ആശയപരമായിട്ട് വ്യത്യസ്ത ചേരികളിലുള്ള ആൾക്കാരുണ്ട്. പല സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട ഭരണപക്ഷവും പ്രതിപക്ഷവുമായി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പൊളിറ്റിക്കൽ സ്പെക്ട്രം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു ഭാഗത്ത് നിൽക്കുന്ന പാർട്ടികൾ പോലുമല്ല. BJPയേക്കാൾ വലതുപക്ഷമായിട്ടുള്ള ശിവസേന മുതൽ എക്സ്ട്രീം ലെഫ്റ്റ് വിങ് പാർട്ടികൾ വരെയുള്ള ഒരു വലിയ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫുൾ പൊളിറ്റിക്കൽ സ്പെക്ട്രം തന്നെ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആശയ വ്യക്തത, ജനങ്ങളുടെ ഇടയിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് അപ്പീൽ എന്നൊക്കെ പറയുന്നത് ടെമ്പററിലി അത് കിട്ടാമെങ്കിലും അത് ലോങ് റണ്ണിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള കക്ഷികളുടെ മുഖമായിട്ട് നിൽക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ആ മുഖമായിട്ട് ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയേക്കാൾ സ്വീകാര്യതയുള്ള മറ്റൊരാളിനെ കണ്ടെത്താനില്ല. എന്നുവെച്ചാൽ കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടിയുടെ ചുറ്റും നിൽക്കുന്ന മറ്റു പാർട്ടികൾ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ മാത്രമേ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു അപ്രമാദിത്വം കാണിക്കുന്നു എന്ന് തോന്നൽ വരുമ്പോൾ തങ്ങളുടെ ഒരു റോൾ ഡിമിനിഷ്ഡ് ആകുന്നു എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് മറ്റുള്ള പല പാർട്ടികളും അതിൽ പ്രതിഷേധവും അറിയിക്കാറുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയായാലും അതൊരു പാൻ ഇന്ത്യ പാർട്ടിയാണ്. ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ രാജ്യവ്യാപകമായിട്ട് പ്രസൻസ് ഉള്ള ഇന്ത്യയിലെ രണ്ട് പാർട്ടികൾ BJPയും കോൺഗ്രസുമാണ്. പക്ഷേ മറ്റുള്ള ചില പാർട്ടികളുണ്ട്. ഇപ്പോൾ ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള സ്വാധീന ശക്തി എത്രത്തോളം കുറവാണ് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെയുള്ള പാർട്ടികളാണ് എല്ലാം. ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന മറ്റെല്ലാ പാർട്ടികളും ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ ഒരു വലിയ അജണ്ട മുന്നോട്ട് വെച്ചിട്ട് പ്രവർത്തിക്കുക എന്ന രീതിയൊന്നും തന്നെ അവർക്കില്ല. അങ്ങനെ ഒരു അജണ്ട തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കാണാനില്ല. ഇപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന സമയത്ത് ഇതിൽ ഏത് പാർട്ടി ആരോടൊപ്പം എന്നുള്ള ഒരു കൺഫ്യൂഷൻ പോലും വോട്ടർമാരുടെ ഇടയിലുണ്ട്. NCP എന്ന് പറയുമ്പോൾ അവിടെയുമുണ്ട് NCP, ഇവിടെയുണ്ട് NCP. ശിവസേന എന്ന് പറയുമ്പോൾ അവിടെയുണ്ട് ശിവസേന, ഇവിടെയുണ്ട് ശിവസേന. അപ്പോൾ ഇത് തന്നെ ആൾക്കാർക്ക് കൊടുക്കുന്ന, അവരിൽ ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുക? ഈ ഇത്തരത്തിലുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഖ്യം വരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ ജൈവികമായിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നവരാരാണ് എന്നുള്ളത് നോക്കും. അപ്പോൾ മഹാരാഷ്ട്ര നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ ജനങ്ങളുടെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങൾ, സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള പോളിസികൾ, പ്രത്യേകിച്ച് ഈ ലഡ്കി ബഹിൻ പോലെയുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ അവർക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺസിന് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും അവർക്ക് അസിസ്റ്റൻസ് കിട്ടുന്നു. കർഷകർക്ക് ലോൺ വെയ്വറുകളും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രഖ്യാപനമായിട്ട് വരുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് കിട്ടുകയും അതിനോടൊപ്പം തന്നെ അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുകയും പോലെ ഉള്ള സ്കീമുകൾ വരുന്നു. SC/ST വിഭാഗത്തിലേക്ക് ഒരു ഔട്ട്റീച്ച് ഉണ്ടായിട്ട് അവരുടെ മുഴുവൻ പിന്തുണ കിട്ടുന്നു. ഇങ്ങനെ പ്രത്യേകമായിട്ട് വിഭാഗങ്ങളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വികസന പദ്ധതികൾ, ഫ്രീ ബി പൊളിറ്റിക്സ് ഒക്കെ തന്നെ കൃത്യമായി നടപ്പാക്കാനായിട്ട് മഹാരാഷ്ട്രയിൽ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കാര്യം തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടോ മറ്റ് ഈ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുന്നുമില്ല. അതാണ് അവിടെ ഉണ്ടാകുന്ന പരാജയം. പിന്നെ എന്തുകൊണ്ടാണ് ജാർഖണ്ഡ് പരാജയപ്പെട്ടു പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാർഖണ്ഡിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കളിച്ചിരുന്ന കുറച്ച് രാഷ്ട്രീയ കളിയുണ്ട്. ആ രാഷ്ട്രീയ കളിയൊക്കെ തന്നെ അവിടെ പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുക, അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് ഒരു റിപ്രീവ് കിട്ടുന്നു, അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്സിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാ വിഭാഗം ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര പോലെയുള്ള വലിയൊരു സംസ്ഥാനത്ത് അവിടെ ഒരു ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 40-ൽ പരം, അല്ലെങ്കിൽ 40 അല്ല, എനിക്ക് തോന്നുന്നു മേ ബി ഒരു 50-നടുത്ത് ഒക്കെ സീറ്റുകളായിരിക്കും ചിലപ്പോൾ SC/ST വിഭാഗത്തിനുള്ളത്. അപ്പോൾ അത്രയും സീറ്റുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരിലേക്ക് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്താനായിട്ട് മഹായുതി സഖ്യത്തിന് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ലീഡ് കൊടുക്കുന്ന BJPക്ക് സാധിക്കുമെങ്കിൽ
ഭരണമില്ലാതിരിക്കുന്ന ജാർഖണ്ഡിൽ ഇത് ചെയ്യാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു ഒറ്റ SC/ST സീറ്റാണ് അവർക്ക് കിട്ടിയത്. നേരെ മറിച്ച് മഹാരാഷ്ട്രയിൽ അവർക്ക് 40-ൽ പരം സീറ്റുകൾ അവിടെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ സമാനമായിട്ടുള്ള ഒരു നേട്ടം ഏതെങ്കിലും ഒരു മേഖലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾക്ക് പൊതുവെ സാധിക്കാറില്ല. ഇപ്പോൾ ബംഗാളിൽ നേട്ടമുണ്ടാവുകയാണ് എങ്കിൽ അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മാത്രം നേട്ടമായിട്ട് അതിനെ പരിഗണിക്കുക പോലും ഉള്ളൂ. മമതാ ബാനർജി എങ്കിലും പറയുമോ അത് ഇന്ത്യ സഖ്യത്തിൻ്റെ നേട്ടമാണ് എന്ന് പറയുമോ? അവർ ആ ഇന്ത്യ സഖ്യത്തിൽ സത്യത്തിൽ ഇപ്പോഴും ഉണ്ടോ? ഈ കാര്യങ്ങളെപ്പറ്റി പോലും ഒരാശയ വ്യക്തത ആൾക്കാരുടെ ഇടയിലില്ല. അപ്പോൾ ഇന്ത്യ സഖ്യം എന്നത് പൂർണ്ണമായിട്ടൊരു സഖ്യമാണ് എന്ന തോന്നൽ ആൾക്കാരിൽ ഉണ്ടാക്കണമെങ്കിൽ അവർക്കൊരു ബേസിക് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായിരിക്കണം. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർക്കൊരു പദ്ധതി ഉണ്ടാകണം. ആ പദ്ധതി എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈസ് അവർക്ക് വേണമെങ്കിൽ ടൈലർ ചെയ്യാം, പക്ഷേ ലാർജർ പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാക്കുകയും ആ പ്ലാറ്റ്ഫോമിലുള്ള അവരുടെ ഐഡിയോളജികൾ എന്തൊക്കെയാണ്, മതനിരപേക്ഷതയാണെങ്കിൽ മതനിരപേക്ഷത, ഭൂരിപക്ഷ വിരുദ്ധതയുണ്ടെങ്കിൽ, കാരണം അതാണ് പലപ്പോഴും BJP ഒരു അവരുടെ സൈഡിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇവർ ചെയ്യുന്നതെല്ലാം ന്യൂനപക്ഷ സൗഹാർദ്ദമായിട്ട് അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറയുന്നതെല്ലാം തന്നെ ഭൂരിപക്ഷ വിരുദ്ധമാണ് എന്ന പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് BJPക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ പോലും നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. എന്താണ് ഏക് ഹേ തോ സേഫ് ഹേ എന്ന രീതിയിലത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ കെട്ടുറപ്പുള്ള പാർട്ടിയും അവരോടൊപ്പം തന്നെ അധികാരവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന മുന്നണികളും എങ്ങനെ പ്രവർത്തിക്കുന്നോ അതേപോലെ ആശയവ്യക്തതയില്ലാത്ത, ഐഡിയോളജിയിൽ ചേരുന്നതല്ലാത്ത പാർട്ടികളെല്ലാം തന്നെ ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ദീർഘകാലത്തേക്കുള്ള നിലനിൽപ്പ് ഉണ്ടാവുകയില്ല. അത് ഉണ്ടാകണമെങ്കിൽ അവരുടെ ഉള്ളിൽ ഭിന്നിപ്പില്ല എന്നുള്ളത് വ്യക്തമാകണം. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള കക്ഷികളെയും NDA സഖ്യത്തിലുള്ള കക്ഷികളെയും നമ്മൾ എടുത്തു നോക്കുക. ഈ NDA സഖ്യത്തിലുള്ള കക്ഷികളെല്ലാം എവിടെയൊക്കെ ഇവരുണ്ടോ അവിടെയെല്ലാം ഇവർ ഒന്നിച്ചാണ് നിൽക്കുക, അല്ലേ? അവർ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ റൈവൽസ് ആയിട്ടല്ല നിൽക്കുക. പക്ഷേ നമ്മൾ ഇന്ത്യ സഖ്യത്തിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള പാർട്ടികളെല്ലാം തന്നെ സ്റ്റേറ്റിൽ പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന പാർട്ടികളാണ്. കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസും CPM എല്ലാം കൂടെ ചേർന്നിട്ടാണ് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ഇതിൽ മത്സരിക്കുക, മഹാവികാസ് അഘാഡി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സത്യത്തിൽ ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഇവിടെ പ്രചരിച്ചിരിക്കുന്ന കുറേ പടങ്ങളില്ലേ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ചെന്നിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവിടെയുള്ള CPMകാരുടെ തോളത്ത് കൈയിട്ട് നിൽക്കുക, അവരുടെ കൈ ഒന്നിച്ച് ഉയർത്തി നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇതൊക്കെ ഡാമേജിങ് ആവുന്നത് എവിടെയാണെന്നറിയോ? ഈ പോകുന്ന സ്ഥലത്തല്ല, നേരെ മറിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലത്താണ്. അത് ഇവർ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു 2 പാർട്ടി സിസ്റ്റത്തിലേക്ക് ഇന്ത്യ പോകുന്നുണ്ട് എങ്കിൽ ഈ പാർട്ടിക്കാരെല്ലാവരും തന്നെ ഒരു ആശയ വ്യക്തത അവർക്കുണ്ടാവുകയും ഒരു കോമൺ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുകയും വേണം. അതല്ല എങ്കിൽ ഈ കാര്യത്തിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തന്നെ കണ്ടതാണല്ലോ, കോൺഗ്രസിൻ്റെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാകും, ഇന്ത്യ സഖ്യത്തിന് ഒരു മാനിഫെസ്റ്റോ ഉണ്ടോ? കോൺഗ്രസിന് മാനിഫെസ്റ്റോ ഉണ്ട്, തൃണമൂൽ കോൺഗ്രസിന് മാനിഫെസ്റ്റോ ഉണ്ട്, CPMന് മാനിഫെസ്റ്റോ ഉണ്ട്. ഇങ്ങനെ പല ആൾക്കാർക്ക് പല മാനിഫെസ്റ്റോയാണ്. ഒറ്റ മാനിഫെസ്റ്റോ ഉണ്ടോ? ആ മാനിഫെസ്റ്റോ പോലും നിങ്ങൾക്ക് ഏകീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പറയുന്ന പൊളിറ്റിക്സ് ആര് കേൾക്കും? അപ്പോൾ ഒരു 2024 തെരഞ്ഞെടുപ്പിൽ ഒരു അബറേഷൻ ഉണ്ടായി എന്ന് കരുതി ലോങ് റണ്ണിൽ അത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ബോധ്യം അവർക്കാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ പ്രസക്തി നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ കോണ്ടെക്സ്റ്റിൽ പ്രസക്തി ഇല്ല. ഇപ്പോൾ ജാർഖണ്ഡിൽ ജയിച്ചിരിക്കുന്ന ആരാണ്? JMMൻ്റെ ഒരു വലിയ വിജയം അവിടെയുണ്ട്, അല്ലേ? ആ JMMൻ്റെ വിജയത്തിനെ കാണാതെ നമ്മൾ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എവിടെയൊക്കെയാണ് ഇന്ത്യ സഖ്യത്തിൽ JMM ഉള്ളത്? അപ്പോൾ ഈ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഓരോ പാർട്ടിക്കും ഇൻഡിവിജ്വലി അവകാശപ്പെടാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള വിജയം അതാത് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ പേരിൽ നമുക്കൊരു കോളത്തിൽ ഇന്ത്യ സഖ്യമെന്ന് പറയാമെങ്കിലും ഇന്ത്യ സഖ്യത്തിൻ്റേതായിട്ടുള്ള ആശയങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു പരാജയമാണ്. അത് പരിഹരിക്കപ്പെടണം. അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ബംഗാളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വിജയം നേടി. ആ വിജയം എന്താണ്, തൃണമൂൽ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. അതിൽ പക്ഷേ കോൺഗ്രസിന് ഒന്നും തന്നെ പറയാനില്ല. അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്രയിലെ വിജയത്തിലായാലും അതുപോലെ ഈ പറയുന്ന ജാർഖണ്ഡിലെ വിജയത്തിലായാലും ഒക്കെ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. മറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ NDA സർക്കാരുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ BJPയുടെ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് അവർക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാത്തൊരു തെരഞ്ഞെടുപ്പായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറിയിരുന്നു. പക്ഷേ അതിനെ മറികടക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയം BJPക്ക് അല്ലെങ്കിൽ BJPയെ ഏറെ സഹായിക്കില്ലേ? നിശ്ചയമായിട്ടും അത് സഹായിക്കേണ്ടതാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ അടിസ്ഥാനപരമായി അവർ എങ്ങനെയാണ് ഗവേണൻസിനെ കാണുന്നത് എന്നത് ഒരുപക്ഷെ മാറ്റിമറിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു 2 വർഷം മുൻപ് വരെ നമ്മുടെ ഉത്തർപ്രദേശിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഘട്ടത്തിൽ പ്രചരണ രംഗത്ത് അതിനെ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്.
നരേന്ദ്രമോദി അന്ന് പ്രസംഗങ്ങളിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടുന്നത് ഫ്രീ ബി പൊളിറ്റിക്സ് അല്ല എന്നാണ്. അപ്പോൾ വെൽഫെയർ സ്കീം എന്ന രീതിയിലത്തേക്ക് നമ്മൾ ഫ്രീ ബികൾ നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊളിറ്റിക്സിൽ നിന്ന് മാറി വലിയ രീതിയിലത്തേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, അതുവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ആ രീതിയിലത്തേക്കാണ് നമ്മുടെ രാജ്യം, സംസ്ഥാനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം അവിടെ പ്രസൻറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കൂ, മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ, അതിനുശേഷം ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ, അതിൽ ഏറ്റവും നല്ല ക്ലാസിക് ഉദാഹരണം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു തിരിച്ചടി അവർക്ക് അവിടെ ഉണ്ടായതിനു ശേഷം എത്ര പെട്ടെന്നാണ് ബഹുഭൂരിപക്ഷം, ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം അവകാശപ്പെടാൻ പോലും ഈ മഹാവികാസ് അഘാഡിക്ക് സാധ്യമല്ലാത്ത രീതിയിലത്തേക്ക് ഇവരൊരു വലിയ മെജോറിറ്റി അവർ നേടുകയാണ്. അത് എന്തിൻ്റെ പേരിലാണ്? വെൽഫെയർ പൊളിറ്റിക്സിൻ്റെ പേരിലാണ്, അത് ഫ്രീ ബി പൊളിറ്റിക്സിൻ്റെ പേരിലാണ്. അപ്പോൾ എന്തായിരുന്നു 2 വർഷം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറഞ്ഞിരുന്നത്? ആ കാര്യമല്ല കൂടുതൽ പ്രായോഗികം. താഴെ തട്ടിലെ ആൾക്കാരുടെ ജൈവികമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇപ്പോഴും നമ്മൾ കുറേയധികം ബെനിഫിറ്റ്സ് നൽകേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായി. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാവുകയും അത് പെട്ടെന്ന് നടപ്പാക്കുകയും ചെയ്യുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തവണ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധിതമായിട്ടുള്ള ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് കാണിക്കുന്നത് തന്നെ കഴിഞ്ഞ 3 ദശകത്തിലുള്ള ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ്. എന്തുകൊണ്ടാണ് അത് വരുന്നത്? അത് വരുന്നത് വെൽഫെയർ സ്കീം കൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ലഡ്കി ബഹൻ യോജന, 2 കോടിയിലധികം സ്ത്രീകൾക്ക് മാസം 1500 രൂപ വീതം കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു ബെനഫിഷ്യറി സ്കീമാണ്. ഇതെന്താണ്? ഫ്രീ ബി പൊളിറ്റിക്സ് ആണ്. 2 വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി എതിർത്തിരുന്ന അതേ ഫ്രീ ബി പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ അവരവിടെ വിജയകരമായിട്ട് നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ വോട്ട് ചെയ്യുന്ന സ്ത്രീകളെല്ലാവരും തന്നെ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതേപോലെ തന്നെ പുതുതായിട്ട് ഒരു 7% പോളിംഗ് പെർസെൻറ്റേജ് വനിതകളുടെ വോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബഹുഭൂരിപക്ഷവും കിട്ടിയിരിക്കുന്നത് സ്ത്രീകൾക്ക് BJPക്കാണ് എന്ന്, അല്ലെങ്കിൽ മഹായുതിക്കാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളോട് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് ഈ 1500 കൊടുക്കുക മാത്രമല്ല, ഇനി മുതൽ, അതായത് അധികാരത്തിൽ വരുമ്പോൾ അടുത്ത ടൈമിൽ ഞങ്ങളിത് 2100 ആക്കി വർദ്ധിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത് മാത്രം ഒന്ന് നോക്കൂ. ഒരു വീട് നമ്മൾ നോക്കുക. ആ ഒരു ഹൗസ് ഹോൾഡിൽ പ്രായമായിരിക്കുന്ന 2 ആൾക്കാരുണ്ടെങ്കിൽ ആ പ്രായമായിരിക്കുന്ന സീനിയർ സിറ്റിസൺസിന് 1500 രൂപയ്ക്കധികം അവർക്ക് ഒരു മാസം കിട്ടും. അപ്പോൾ 2 പേരുണ്ടെങ്കിൽ അത് 1000 രൂപയാണ്. അവിടെ 2 സ്ത്രീകളുണ്ടെങ്കിൽ ആ 2 സ്ത്രീകൾക്ക് 1500 രൂപ വീതം കിട്ടും. ഇനി അത് 2100 ആയിട്ട് വർദ്ധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ വീട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലത്തേക്ക് പോകുന്ന രീതിയിലത്തേക്ക്, പ്രത്യേകിച്ച് അവർക്ക് തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും അവരുടെ ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനു മുകളിലേക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു രാഷ്ട്രീയം, ഇവിടെ ഞങ്ങൾ മതനിരപേക്ഷതയെ പറ്റി പറയുന്നു, ഞങ്ങളുടെ ജനാധിപത്യ സംരക്ഷണത്തിനെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതൊക്കെ രണ്ടാമത് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. പ്രാഥമികമായിട്ട് അവർ നോക്കുന്ന അവരുടെ ലൈവ്ലിഹുഡാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഹൗസ് ഹോൾഡിന് ഈ രീതിയിലത്തേക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു, അവരുടെ വിവാഹത്തിന് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നു, ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നു, സ്കിൽ ഡെവലപ്മെൻറ്റ് കിട്ടുന്നു, അതിനോടൊപ്പം തന്നെ അവർക്ക് പണം കിട്ടുന്നു. ഈ രീതിയിലത്തേക്കുള്ള പദ്ധതികൾ വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകളെ കേറ്റർ ചെയ്യുന്ന, ചെറുപ്പക്കാരെ കേറ്റർ ചെയ്യുന്ന, പെൺകുട്ടികളെ കേറ്റർ ചെയ്യുന്ന, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ കേറ്റർ ചെയ്യുന്ന, ഫാർമേഴ്സിനെ കേറ്റർ ചെയ്യുന്ന, SC/ST വിഭാഗത്തിലുള്ള ആൾക്കാരെ കേറ്റർ ചെയ്യുന്ന, OBC വിഭാഗത്തിലുള്ള ആൾക്കാരെ കേറ്റർ ചെയ്യുന്ന പ്രത്യേകം പദ്ധതികൾ നടപ്പാക്കുന്നു. ഇതിൽ വലുതായിട്ടുള്ള എല്ലാ പദ്ധതികളും വലിയ രീതിയിലത്തേക്ക് ഗവൺമെൻറ് പമ്പ് ചെയ്യുന്ന ബെനിഫിഷ്യറി സ്കീമുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്കീമുകൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന പ്രസ്താവനയിൽ നിന്ന് അവർ പിന്നോക്കം പോയി എന്ന് മാത്രമല്ല, അതിനെ കൂടുതൽ നന്നായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടിയെ കൈവിട്ട് കളയാനായിട്ട് ആര് തയ്യാറാകും? ഇപ്പൊ കേരളത്തിൽ ആം ആദ്മി പാർട്ടിയൊക്കെ വിജയിച്ചു, അല്ലെങ്കിൽ പയറ്റി വിജയിച്ച ഒരു തന്ത്രം കൂടിയല്ലേ ഇത്? 100%. കാരണം ഡൽഹി നമ്മൾ നോക്കൂ, ഡൽഹിയിലെ പാറ്റേൺ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹി വോട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഡൽഹിയിൽ 7 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്. ഈ 7ലും 2 തവണയായിട്ട് BJP ആണ് ജയിച്ചു വരുന്നത്. 7-0 BJP ജയിച്ചു വരികയാണ്. അപ്പോൾ അത് നമ്മളൊരു ദിശാസൂചകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിയമസഭയിൽ വലിയ ഭൂരിപക്ഷത്തിൽ BJP അവിടെ വരണം. പക്ഷേ BJP ആ ഭാഗത്തെ കടുപ്പിക്കില്ല എന്ന രീതിയിലത്തേക്കാണ് അവിടെ ആം ആദ്മി പാർട്ടി നിയമസഭയിൽ ജയിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ആം ആദ്മി പാർട്ടിയെ സെൻറ്ററിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളത് ഡൽഹിയിലെ വോട്ടർമാർക്കറിയാം. അപ്പോൾ അവരെന്താ ചെയ്യുക? അവിടെ BJP അയക്കുന്നു. കാരണം സുസ്ഥിര ഭരണം വേണം എന്നുള്ളതിനെപ്പറ്റി അവർക്കറിയാം. ഈ ഒരു അവിയൽ മുന്നണി വരുന്നതിനേക്കാൾ നല്ലത് ഒരുപക്ഷെ കുറച്ചുകൂടി കെട്ടുറപ്പുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. നേരെ മറിച്ച് BJP അവർ സ്റ്റേറ്റിൽ അടുപ്പിക്കില്ല. കാരണം എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറയുന്നത് നമ്മൾ ഈ ഫ്രീ ബി പൊളിറ്റിക്സിനെതിരാണെന്നാണ്.
ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഉണ്ട്. സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുടെ യാത്രയെല്ലാം തന്നെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യമാണ്. അവിടെ കുറേയധികം വൈദ്യുതി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നിരവധി സ്കീമുകൾ ഇവിടെ ഉണ്ട്. ഈ സ്കീമുകളൊക്കെ ഒരുപക്ഷെ BJP സർക്കാർ വന്നാൽ അത് നിർത്തലാക്കും എന്ന രീതിയിലത്തേക്കുള്ള ഭയം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് BJP അവിടെ വരികയേ വേണ്ട എന്ന രീതിയിൽ അവരെന്തൊക്കെ കാര്യം പറഞ്ഞാലും എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിന് വോട്ട് ചെയ്യും. ഞാൻ പറഞ്ഞത് ഇന്നിൻ്റെ രാഷ്ട്രീയം ഇതാണ്. നിങ്ങൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്പെക്ട്രവും നിങ്ങൾ ഈ പറയുന്ന ഐഡിയോളജിയും എല്ലാം സെക്കൻഡറി. പ്രാഥമികമായിട്ട് ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന രീതിയിലത്തേക്കുള്ള മാറ്റങ്ങൾ ആര് കൊണ്ടുവരുന്നു അവരോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കും. അത് കേരളത്തിൽ നമ്മൾ പറയത്തില്ല വലിയ രാഷ്ട്രീയ പ്രബുദ്ധത മാത്രമേ കേരളം നോക്കുള്ളൂ എന്ന്. 2 ഉദാഹരണം പറയാം. ഒന്ന്, ഇവിടെ ആൾക്കാർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് കിറ്റ് നടപ്പാക്കിയപ്പോഴത്തേക്ക് ഇവിടെ സമൂഹത്തിലുള്ള എല്ലാ തട്ടിലുമുള്ള ആൾക്കാർ പോയി കിറ്റ് വാങ്ങിയ ആൾക്കാരെല്ലാവരും തന്നെ അവിടെ ആ കിറ്റ് തന്നിരിക്കുന്ന സർക്കാരിന് വോട്ട് ചെയ്തു, അല്ലേ? മറ്റെന്തൊക്കെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു, ആ പ്രചരണങ്ങളെല്ലാം തന്നെ അവിടെ പരാജയപ്പെടുന്നത് പോലെ ഇലക്ട്രേറ്റ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ശരി, അതൊക്കെ സെക്കൻഡറി. പ്രൈമറിലി ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് കിറ്റ് തന്ന് ഞങ്ങളോടൊപ്പം നിന്ന ഒരു സർക്കാരിന് ഞങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നിവിടെ തീരുമാനിച്ചു. നമ്മൾ പിന്നെ 2020 നോക്കൂ. രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. 2020 പറയുന്നതെല്ലാം അരാഷ്ട്രീയവാദമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടോ പ്രാദേശിക തലത്തിൽ വരുന്ന സമയത്ത് 2020 അവിടെ വാരുന്നുണ്ട്. 2020 അവിടെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. 2020യുടെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പോയി ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഗുണമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നലാണ്. പക്ഷേ അത് നിയമസഭയിലേക്ക് വിട്ടിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം. ഇപ്പോൾ എവിടെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ പോലും അവിടെ ചെന്ന് പ്രതിപക്ഷത്തിരിക്കാം എന്നതിനപ്പുറത്തേക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് അവരുടെ കയ്യിൽ ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ, ഒരു ലോക്കൽ ബോഡി അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നയങ്ങൾ നടപ്പാക്കാൻ പറ്റും. സ്റ്റേറ്റിലേക്ക് പോയാൽ അതിനുള്ള ഭൂരിപക്ഷം അവർക്ക് കിട്ടില്ല എന്ന് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ആൾക്കാരുടെ ശരിയായ പ്രബുദ്ധത, ഏത് സമയത്താണ് നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത്, ഏത് സമയത്താണ് നമ്മൾ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ചർച്ച ചെയ്യേണ്ടത്, ഏത് സമയത്താണ് നമ്മൾ പാർലമെൻ്ററി പൊളിറ്റിക്സ് ചർച്ച ചെയ്യേണ്ടത്, ഏത് സമയത്താണ് നമ്മൾ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് ഡൽഹി നമുക്ക് കാണിച്ചു തരുന്നത്. ആ ബോധ്യമാണ് നമുക്ക് ജാർഖണ്ഡ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയും കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇനി മറ്റെല്ലാ പാർട്ടികളുടെയും നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അജണ്ടയിൽ ഒന്നാമത് വരാൻ പോകുന്നത്, അതിനെയെല്ലാം രണ്ടാമതാക്കി ഒന്നാമതൊരു പക്ഷേ വരാൻ പോകുന്നത് വെൽഫെയർ പൊളിറ്റിക്സ് ആയിരിക്കും. കോൺഗ്രസ് ന്യായ് സ്കീം കൊണ്ടുവന്നിരുന്നു, പക്ഷേ അതിന് സ്വീകാര്യത ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണം തന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ, അത് മുടക്കാത്ത ഒരാൾ, അയാൾ തരുന്ന തുക ചെറുതാണ് എങ്കിലും ഇന്നേ വരെ തന്നിട്ടില്ലാത്ത ഒരാൾ വലിയൊരു വാഗ്ദാനവുമായി വരുന്ന സമയത്ത് അയാളെ കുറച്ചൊന്ന് അപ്രഹെൻസീവായിട്ട് മാത്രമേ ആൾക്കാർ കാണുകയുള്ളൂ. തരുന്നവൻ തരുന്നുണ്ടല്ലോ, ഇപ്പോൾ 1500 രൂപ വീതം മഹാരാഷ്ട്രയിൽ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ 2100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 കിട്ടും. 2100 പിന്നെ കിട്ടുള്ളെങ്കിലും. പക്ഷേ 3000 തരാമെന്ന് പറഞ്ഞു വരുന്നവനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത ആൾക്കാരിലുണ്ടാകും. അപ്പോൾ നമ്മളീ പറയില്ലേ, ജീവിത പ്രശ്നമാണ് പ്രധാനം, അന്നവിചാരം മുന്നവിചാരം, ഈ ചിന്തയാണ് എല്ലാ ആൾക്കാർക്കും ഉള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും പറയാനില്ല. അതുകൊണ്ട് ഇനി വരുന്ന നാളുകൾ ഒരുപക്ഷെ വെൽഫെയർ പൊളിറ്റിക്സിൻ്റെതും ഫ്രീ ബി പൊളിറ്റിക്സിൻ്റെതും ആകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും. അതായത് BJP ഇന്നിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇന്ത്യ മുന്നണി കൂടുതൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് കൃത്യമായൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ മാനിഫെസ്റ്റോ പോലും തയ്യാറാക്കാൻ കഴിയുന്നില്ല എന്നതും കൂടി നമ്മളിപ്പോൾ തിരിച്ചറിയുകയാണ്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു.